ഞാൻ ബറോസ്, ഡിഗാമ തമ്പുരാന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ. അപ്പോൾ ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടമാണ് ബറോസ്. ബറോസായിട്ട് ലാലേട്ടൻ തന്നെയാണ് അഭിനയിക്കുന്നത്. ഈ പടത്തിന് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ആർക്കും ഇല്ല. മിക്ക ആളുകളും ടീസർ കണ്ടിട്ട് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. ഫാൻസ് പോലും അങ്ങനെയൊക്കെ തന്നെ. ബട്ട് കഴിഞ്ഞ ദിവസം ബറോസിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് അറിയാൻ സാധിച്ചിരുന്നു. കിടിലിനൊരു സ്റ്റോറി തന്നെയാണ് ബറോസിൻ്റെത്. ആ ഒരു സ്റ്റോറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. ബറോസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 400 വർഷമായിട്ട് ഗാമിയുടെ ട്രഷർ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭൂതമാണ് ബറോസ് എന്നൊക്കെ ആയിരിക്കും. അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1497 വസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് വരുന്നത്. കപ്പലിലാണ് യാത്ര. അതിൻ്റെ ഇടയിൽ കെനിയിൽ വെച്ച് പുള്ളിക്കാരൻ കുറച്ച് ഗുജറാത്തിലെ കണ്ട് അവരുമായിട്ട് ഭയങ്കര കമ്പനിയാവും. അവരങ്ങനെ കുറച്ച് മലബാറുകളെ പരിചയപ്പെടുത്തി കൊടുക്കും. ആ മലബാറസിന്റെ സഹായത്തോടെ ഗാമ കേരളത്തിൽ കാലുകുത്തും. ഈ ഒരു നേട്ടം കൊണ്ട് തന്നെ യൂറോപ്പിൽ പുള്ളി ഭയങ്കര ഫേമസ് ആവും, ഭയങ്കര സംഭവമായി മാറും. പക്ഷെ അത് കഴിഞ്ഞുള്ള കപ്പലുകൾ ഒന്നും ഒത്തില്ല. 4 വർഷത്തിന് ശേഷം ഡോൺ മാനുവൽ ഒന്നാമൻ ഗാമയെ വീണ്ടും ക്യാപ്റ്റനായിട്ട് നിയമിക്കും. 20 കപ്പലിലാണ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. അതിലുള്ള 5 കപ്പലുകളും ഗാമയുടെ ഫാമിലി തന്നെ ആയിരുന്നു. അതിലൊരു കപ്പലിലാണ് വിൻസെന്റ് സോൾട്രേ. വേറൊരു കപ്പലിൽ പുള്ളിയുടെ ബ്രദറായ ബറോ സോൾട്രേ. ഇവർ രണ്ടുപേരും ഗാമയുടെ അങ്കിൾമാരായിരുന്നു. അവരുടെ ആ ഒരു വരവും വൻ വിജയമായിരുന്നു. അവിടെയുള്ള എല്ലാം കൊള്ളയടിച്ചു. 2 കപ്പൽ മുഴുവൻ സ്വർണവും രത്നങ്ങളും നിറച്ചാണ് ഗാമ ഇന്ത്യ വിടുന്നത്. പക്ഷേ വിൻസെന്റ് സോൾട്രയോടും ബറോ സോൾട്രയോടും ഇന്ത്യ ഒന്ന് ചുറ്റിക്കിറങ്ങി വരാനായിട്ട് ഗാമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കൊച്ചിയിലും കണ്ണൂരുള്ള ഫാക്ടറികൾ ആരും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞത്. പക്ഷേ വിൻസെന്റ് സോൾട്രയും ബറോ സോൾട്രയും അത് വകവയ്ക്കാതെ അവർ ഏതൻ ഉൾക്കടലിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്നും കൊള്ളയടിച്ചു. എന്ന് മാത്രമല്ല, കൊള്ളയടിച്ച കപ്പലുകൾ മുഴുവൻ കത്തിച്ചു. അത് കഴിഞ്ഞ് കാലവർഷത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഒമാൻ തീരത്തുള്ള ദ്വീപുകളിലേക്ക് അവർ കപ്പലുകൾ അടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒമാനിലുള്ള അറബുകളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു. ഒരാഴ്ച അവിടെ കഴിഞ്ഞു. അങ്ങനെ അവർ പുറപ്പെടാൻ തീരുമാനിച്ചു ഒരാഴ്ച കഴിഞ്ഞ്. പക്ഷേ വരാൻ പോകുന്ന വമ്പൻ കൊടുങ്കാറ്റിനെ കുറിച്ച് അവിടെയുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ എത്ര കൊടുങ്കാറ്റ് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന രീതിയിൽ അവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷേ പണി പാളി. അവർ പറഞ്ഞതുപോലെ തന്നെ കൊടുങ്കാറ്റ് വന്നു. അവരുടെ 2 കപ്പലുകളും കടലിൽ മുങ്ങി. അതുമാത്രമല്ല, സോൾട്രേ ബ്രദേഴ്സിൽ ഒരാൾ മരിക്കുകയും ചെയ്തു, വിൻസെന്റ് സോൾട്രേ. തങ്ങൾ കൊള്ളയടിച്ച സ്വർണങ്ങളും രക്തങ്ങളും കടലിൽ മുങ്ങിപ്പോയതും സഹോദരൻ മരിച്ചതും ബറോസിനെ വേട്ടയാടാൻ തുടങ്ങി. അങ്ങനെ ബറോസ് ആ നിധിയുടെ കാവൽക്കാരനായി മാറി. ഗാമയുടെ പിൻഗാമി എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ബറോസ് നിധി കൈമാറുകയുള്ളൂ. മേ ബി ഇവിടുന്ന് ആയിരിക്കും സിനിമയുടെ സ്റ്റോറി തുടങ്ങുന്നത്. അങ്ങനെ ഒരു ദിവസം ബറോസിനെ തേടി ഒരു കുട്ടി കടൽ തീരത്തേക്ക് വരുന്നു. ഗാമയുടെ പിൻഗാമി താനാണെന്ന് പറയുന്നു. ആ ഒരു കുട്ടി ആരാണെന്ന് അന്വേഷണം നടത്തുന്നതാണ് പിന്നീട് നടക്കുന്നത്. മേ ബി ഈ ഒരു ഭാഗം തന്നെ ആയിരിക്കാം ബറോസിന്റെ കഥ. കുറേയൊക്കെ മാറ്റങ്ങൾ കാണാനും സാധ്യതയുണ്ട്. ഇതിൽ കുറച്ചുകൂടെ ആഡ് ആക്കാനും സാധ്യതയുണ്ട്. ഈ ഒരു കഥ കേട്ടപ്പോൾ ഒരു ഹോപ്പ് തോന്നി. ബാക്കി പടത്തിന്റെ മേക്കിംഗ് പോലെ ഇരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബറോസിന്റെ സ്റ്റോറി വരാൻ സാധ്യത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Yeah.